അപ്പൊ ഇമാം മാലിക് റഹിമഹുള്ളയുടെ വീക്ഷണത്തിൽ ആഹാദായ ഹദീസുകൾ അഥവാ മുത്തവാത്തിർ അല്ലാത്ത ഹദീസുകൾ, മുത്തവാത്തിർ അല്ലാത്തതിനെല്ലാം പറഞ്ഞ പേരാണ് ആഹാദ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അബദ്ധപ്പെട്ടു പോകും. ചില ഈ ഹദീസ് നിഷേധികളൊക്കെ പറയുക ഏകറാബി റിപ്പോർട്ട് ആഹാദിനെ പറയാം. അഹദ് ഒന്ന്, അപ്പൊ ആഹാദ് ഏകറാബി റിപ്പോർട്ട്. ഏകറാബി റിപ്പോർട്ട് അല്ല ആഹാദ്. മുത്തവാത്തിർ അല്ലാത്ത എല്ലാത്തിനും പറഞ്ഞതാണ് ആഹാദ്. ഒന്നുകിൽ മുത്തവാത്തിർ അല്ലെങ്കിൽ ആഹാദ്. അപ്പൊ 100 വേണം മുത്തവാത്തിറാകാൻ എന്ന വീക്ഷണം പറഞ്ഞവർക്ക് നബിയുടെ പേരിൽ കളവ് പറഞ്ഞാൽ നരകത്ത് സീറ്റ് ഉറപ്പാണ് എന്ന ഹദീസ് അടക്കം ഏതാണ്? ആഹാദാണ്. അപ്പൊ ഏകറാബി റിപ്പോർട്ട് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നിഷേധത്തിന് ആക്കം കൂട്ടാനാണ്. നിഷേധത്തിനൊരു ആക്കം കൂട്ടാൻ ഏകറാബി ഇപ്പൊ നമ്മളെന്താ ഒരാൾ ഉദ്ധരിച്ചല്ലേ അല്പം അബദ്ധമൊക്കെ വരാലോ എന്ന് സ്വാഭാവികമായിട്ട് മനസ്സിക്ക് വരും. അപ്പൊ തള്ളിയാലും അത്ര വലിയ കാര്യമായിട്ട് തോന്നൂല. മുഅ്തസിലിയാക്കൾ ഹദീസ് നിഷേധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വിഭജനമാണ് മുത്തവാത്തിർ ആഹാദ്. അഹ്ലുസുന്ന അല്ല ആദ്യം കൊണ്ടുവന്നത് മുഅ്തസിലിയാക്കളാണ്. അവർ കൊണ്ടുവന്നത് ഹദീസുകളെ തള്ളാൻ വേണ്ടിയാണ്. അതിൽ മുത്തവാത്തിർ ആഹാദ് എന്ന വിഭജനം ഉണ്ടാക്കി എന്നിട്ട് മുത്തവാത്തിറാണോ നമുക്ക് സ്വീകരിക്കാം, ആഹാദാണോ അത് ഉറപ്പിക്കാനായിട്ടില്ല എന്ന ഒരു നയം വെക്കുകയും, അപ്പൊ മഹാഭൂരിപക്ഷം ഹദീസ് മുത്തവാത്തിറല്ല, അപ്പൊ ഫലത്തിൽ അതൊക്കെ തള്ളാൻ പറ്റി. എന്നാ പുറത്തേക്ക് എന്ത് പറയാ, ഞങ്ങൾ ഹദീസ് തള്ളിയിട്ടില്ല, നമുക്ക് മുത്തവാത്തിറാണെങ്കിൽ സ്വീകരിക്കും, മുത്തവാത്തിർ ഉണ്ടോ ഇല്ല, അപ്പൊ റിസൾട്ട് എല്ലാം തള്ളാനായി. അഹ്ലുസുന്ന ഈ വിഭജനത്തെ സ്വീകരിച്ചു, മുത്തവാത്തിർ ആഹാദ് എന്ന വിഭജനത്തെ അംഗീകരിച്ചു. പക്ഷെ അവർ എന്തുദ്ദേശമാണോ വെച്ചത് ആ ഉദ്ദേശത്തെ നിരാകരിച്ചു. ആഹാദ് ആവട്ടെ മുത്തവാത്തിർ ആവട്ടെ സ്വഹീഹാണോ പ്രമാണമാണ്, ഹുജ്ജത്താണ്, അത് വിശ്വാസമെന്നോ അമലെന്നോ വേർതിരിക്കേണ്ട കാര്യമില്ല എന്നാണ് അഹ്ലുസുന്നയുടെ നയം. എന്നാൽ ഒരു ആഹാദായ ഹദീസ് വന്നു, അതിനെതിരായ ഒരു ഇജ്മാഇ വന്നു എങ്കിൽ ഇജ്മാഇനാണോ മുൻതൂക്കം, ആഹാദിനാണോ മുൻതൂക്കം? അത് പണ്ഡിതന്മാർക്ക് വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. അപ്പൊ ആഹാദുണ്ട്, ഹദീസ് സ്വഹീഹാണ്, ഹദീസിന്റെ പ്രത്യക്ഷാർത്ഥപ്രകാരം അവന് ഒരു വിധി കിട്ടുന്നു. എന്നാൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഇ ആ വിഷയത്തിൽ അങ്ങനെയല്ല, മറ്റൊരു രൂപത്തിലാണ് ഇജ്മാഇ ഉണ്ടായത്. അപ്പൊ മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ച് ഒരിക്കലും ഒരു തെറ്റിൽ ഒരുമിച്ച് കൂടുക ഇല്ല. ലാ തജ്തമിഉ ഉമ്മത്തി അലാ ളലാല. നബി ഞങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് ഒരു പിഴച്ച മാർഗത്തിൽ ഒരുമിച്ച് കൂടുക ഇല്ല. ഉമ്മത്ത് ഒന്നാകെ ഒരു വഴികേടിലേക്ക് ഇത്തിഫാക്കാവുക എന്നുണ്ടാവില്ല. ഈ ഉമ്മത്ത് മഅസൂമായ ഉമ്മത്താണ്. ഉമ്മത്ത് മുഹമ്മദ് മഅസൂമായ ഉമ്മത്താണ്. കാരണം കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. ആ ഉമ്മത്തിന് ഇസ്മത്തുണ്ട്. ഉമ്മത്തിലെ മെമ്പർമാർക്ക് മഅസൂമാണോ? അല്ല, അത് പ്രവാചകന്മാർക്കേ ഉള്ളൂ. പക്ഷെ മുസ്ലിം ഉമ്മത്ത് എന്നുള്ളത് ഇസ്മത്തുള്ള പാപസുരക്ഷത്വമുള്ള ഉമ്മത്താണ്. അതുകൊണ്ട് ഈ ഉമ്മത്ത് ഒന്നിച്ചു കാര്യത്തിൽ ഏകോപിച്ചു കഴിഞ്ഞാൽ അതിന് എന്തോ ഒരു അസുരുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും എതിരെ പറയും, എവിടെയെങ്കിലും ഒരാളെങ്കിലും അതിനെതിരെ പറയാൻ രംഗത്ത് വരും, അത് തെറ്റാണെങ്കിൽ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.